ദേശീയ വിരവിമുക്ത ദിനത്തോടനുബന്ധിച്ച് തൈക്കാട് ഗവൺമെന്റ് സ്ത്രീകളുടെയും കുട്ടികളുടെയും ആശുപത്രിയിലെ മുൻ ശിശുരോഗ വിദഗ്ധൻ ഡോക്ടർ ബെനറ്റ് സൈലം സംസാരിക്കുന്നു. വിരശല്യം എപ്പോഴും നമ്മളെ വിട്ടുമാറാതെ പിടിപെട്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നമാണ്. നമുക്ക് ദേശീയ തലത്തിൽ തന്നെ ഒരു വർഷത്തിൽ 2 പ്രാവശ്യം നാഷണൽ ഡീവേമിംഗ് ഡേ ആചരിക്കുന്നുണ്ട്. ഇതിൻ്റെ പ്രധാന ഉദ്ദേശം എന്തെന്നാൽ മിനിമം 2 പ്രാവശ്യമെങ്കിലും ഇന്ത്യ ഒട്ടുക്കുള്ള കുട്ടികളിലും മുതിർന്നവരിലും വിരയുടെ മരുന്ന് കൊടുക്കുകയും വിര എന്നുള്ള ഒരു തീരാബാധ പൂർണ്ണമായിട്ട് നിർമ്മാർജ്ജനം ചെയ്യുക എന്നുള്ള ലക്ഷ്യവുമാണ്. എന്താണ് വിര കൊണ്ടുള്ള പ്രശ്നം? ഇതാണ് നമ്മൾ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കേണ്ടത്. ഒരു കുട്ടിക്ക് വിരശല്യമുണ്ടായാൽ ആഹാരം കഴിക്കുന്നതിന് ഉള്ള താല്പര്യം വളരെയധികം കുറയും. ഹുക്ക് വേം പോലുള്ള വിരശല്യം ഉണ്ടാവുകയാണെങ്കിൽ വിളർച്ച രോഗം വരാനുള്ള ചാൻസസും കൂടുതലാണ്. ഇതിനെല്ലാം ഉപരി കോമൺ ആയിട്ടും ഏറ്റവും അധികം ആൾക്കാരിൽ കണ്ടുവരുന്ന ഒരു പ്രശ്നമാണ് പിൻ വേം അല്ലെങ്കിൽ ചെറു വിരകളുടെ പ്രശ്നം. വളരെ ചെറിയ വെളുത്ത വിരകളെയാണ് പിൻവേം എന്ന് ഉദ്ദേശിക്കുന്നത്. ഈ വിരകളുടെ പ്രത്യേകത എന്താണെന്നാൽ ഇവ വേം മൈഗ്രേഷൻ എന്നുള്ള ഒരു പ്രോസസ്സ് വഴി കടന്നു പോകുന്നവരാണ്. അതായത് വൈകുന്നേരം ആകുമ്പോൾ നമ്മുടെ ലാർജ് ഇൻറ്റസ്റ്റൈൻ അല്ലെങ്കിൽ വൻകുടലിൽ നിന്ന് വിരകൾ താഴോട്ട് മലദ്വാരം വരെ എത്തുകയും അത് കഴിഞ്ഞിട്ട് അത് മൈഗ്രേറ്റ് ചെയ്ത് തിരിച്ചു പോവുകയും ചെയ്യും. ഇങ്ങനെയുള്ള സമയങ്ങളിൽ കുഞ്ഞുങ്ങൾക്ക് മലദ്വാരത്തിന് ചുറ്റുമായിട്ടും ചൊറിച്ചിലും അനുഭവപ്പെടാറുണ്ട്. ഇതിന് സാധാരണ പറയുന്ന ഒരു വാക്കാണ് കൃമികടി എന്ന് പറയുന്നത്. കൃമികടി എന്നുള്ളത് ശരിക്കും ഒരു കുഞ്ഞിനുണ്ടെങ്കിൽ കുഞ്ഞിൻ്റെ കോൺസെൻട്രേഷൻ നഷ്ടപ്പെടുകയും പഠിക്കാനുള്ള താല്പര്യം കുറയുകയും ഒക്കെ ചെയ്യുന്നതാണ്. ഇനി ഹുക്കുമേമിനെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ വിളർച്ച എന്നുള്ളത് കൂടപ്പിറപ്പാണ്. വിളർച്ച ഒരു കുട്ടിക്ക് വരികയാണെങ്കിൽ ആ കുഞ്ഞിൻ്റെ പഠിക്കാനുള്ള ശ്രദ്ധ വളരെയധികം കുറഞ്ഞു പോകും. മാത്രമല്ല സ്പോർട്സ് ആക്ടിവിറ്റീസിലും കലാപരമായിട്ടുള്ള ആക്ടിവിറ്റീസിലും മറ്റെല്ലാ ഫിസിക്കൽ ആക്ടിവിറ്റീസിലും താല്പര്യക്കുറവ് കണ്ടുവരാറുണ്ട്. നമുക്കെല്ലാവർക്കും അറിയാം, ഒരു വ്യക്തിയുടെ ദൈനംദിന ജീവിതത്തിൽ ഏറ്റവും പ്രധാനമായിട്ട് വേണ്ട ഒരു ഘടകമാണ് ഓക്സിജൻ. ഓക്സിജനെ നമ്മുടെ ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ എത്തിക്കുന്ന പ്രധാന ഒരു സബ്സ്റ്റൻസ് ആണ് ഹീമോഗ്ലോബിൻ എന്ന് പറയുന്നത്. നമുക്ക് വിളർച്ച രോഗം എന്ന് പറയുമ്പോൾ ഈ ഹീമോഗ്ലോബിനാണ് കുറഞ്ഞിരിക്കുന്നത്. ഈ ഹീമോഗ്ലോബിൻ കുറയുമ്പോൾ വിളർച്ചയുണ്ടാകുമ്പോൾ വേറെ ഒരു പ്രശ്നം കൂടെ സംഭവിക്കുന്നുണ്ട്. അതിൻ്റെ പേരാണ് പൈക്ക എന്ന് പറയുന്നത്. എന്താണ് പൈക്ക എന്നല്ലേ? പൈക്ക എന്ന് പറയുന്നത് എഡിബിൾ അല്ലാത്ത വസ്തുക്കൾ, അതായത് ശരിക്കും കഴിക്കാൻ പാടില്ലാത്ത സാധനങ്ങൾ കഴിക്കാനായിട്ട് കുഞ്ഞുങ്ങൾക്ക് താല്പര്യം ഉണ്ടാകുക. ഉദാഹരണം, തറയിൽ കിടക്കുന്ന മണ്ണിനെ എടുത്ത് വായിൽ വയ്ക്കുക, മറ്റ് പദാർത്ഥങ്ങൾ അതായത് ചോക്ക് പൊടിയെടുത്ത് കഴിക്കുക, കരി കഴിക്കുക, അല്ലെങ്കിൽ ഒട്ടും കഴിക്കാൻ നമ്മൾ ഉപയോഗിക്കാത്ത സാധനങ്ങളെ എടുത്ത് തൊട്ട് നക്കുക. ഇതെല്ലാം പൈക്കയുടെ ലക്ഷണങ്ങളാണ്. ഇതിനോടൊപ്പം വേറൊരു കാര്യം കൂടെ സംഭവിക്കാറുണ്ട്, ലെഡ് പോയ്സണിങ്ങും സംഭവിക്കാറുണ്ട്. ലെഡ് എന്നുള്ള ഒരു പദാർത്ഥം ഒരിക്കലും നമ്മുടെ ശരീരത്തിന് നല്ലതല്ല. അപ്പോൾ ഇതെല്ലാം വരുന്നത് പൈക്കയുടെ ലക്ഷണമായിട്ടാണ് കാണുന്നത്. പൈക്ക വരുന്ന ഒരു കുട്ടിക്ക് നമ്മൾ ആദ്യം ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് വിരശല്യം ഉണ്ടോ എന്നുള്ളത്. വിര പൂർണ്ണമായിട്ട് തന്നെ നിർമ്മാർജ്ജനം ചെയ്യേണ്ടത് നമ്മുടെ അത്യാവശ്യമൊരു കാര്യമാണ്. ഒരു കുഞ്ഞിന് വിരമരുന്ന് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരു കുഞ്ഞിന് മാത്രമായിട്ട് വിരശല്യം ഒരു വീട്ടിൽ കാണാറില്ല. ആ വീട്ടിലെ എല്ലാ വ്യക്തികളിലും വിരശല്യം കാണാം. മിക്കവാറും ഒരു കുഞ്ഞിനുണ്ടെങ്കിൽ നമ്മൾ ചിന്തിക്കേണ്ടത് ആ കുഞ്ഞിനോടൊപ്പം അതേ അടുക്കളയിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്ന എല്ലാ വ്യക്തികളിലും വിര കാണുമെന്നുള്ളതാണ്. അപ്പോൾ നാം എന്താണ് ചെയ്യേണ്ടത്? കുഞ്ഞുങ്ങൾക്ക് മരുന്ന് കൊടുക്കുന്നതിനോടൊപ്പം തന്നെ പാരൻസും മറ്റു സഹോദരങ്ങളും എല്ലാവരും ആ അടുക്കളയിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്ന എല്ലാവരും മരുന്ന് കഴിച്ചിരിക്കണം. ഇനി ഒരു പ്രാവശ്യം മാത്രം മരുന്ന് കഴിച്ചാൽ മതിയോ? പോരാ. അതായത് നമ്മൾ കൊടുക്കുന്ന മരുന്ന് അത് വിരകളെ മാത്രമേ കൊല്ലാൻ സഹായിക്കൂ. എന്നാൽ വിരയുടെ മുട്ടകളെ കൊല്ലുന്നതിൻ്റെ കഴിവ് ഈ മരുന്നുകൾക്കില്ല. സാധാരണഗതിയിൽ 7 മുതൽ 10 ദിവസം കഴിയുമ്പോൾ പൂർണ്ണ വളർച്ചയെത്തിയ വിരകൾ ഇടുന്ന മുട്ടകൾ വിരിയുകയും അത് വളരുകയും ചെയ്യും. അതിനാൽ ഒരിക്കൽ മരുന്ന് കൊടുത്താൽ 2 ആഴ്ച കഴിഞ്ഞ് വീണ്ടും മരുന്ന് കൊടുക്കുന്നതാണ് ഏറ്റവും ഉത്തമം. ഇനി വിരശല്യം വരാതിരിക്കാനായിട്ട് ഏറ്റവും ഉത്തമം എന്ന് പറയുന്നത് നമ്മുടെ ശുചിത്വമാണ്. നമ്മുടെ ദിനചര്യ വളരെ വ്യക്തമായിട്ടും നന്നായിട്ടും പാലിക്കുന്നവർക്ക് വിരശല്യം വരേണ്ട ചാൻസ് വളരെ കുറഞ്ഞിരിക്കും. പിന്നൊരു കാര്യം, പുറത്തു പോയി ഭക്ഷണം കഴിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അവിടുത്തെ വൃത്തി.
ഒരു ഹോട്ടലിൽ പോയാലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു കടകളിൽ പോയാലോ കഴിക്കേണ്ട സാധനങ്ങൾ കൈകൊണ്ട് എടുത്തു തരുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം ഫുഡ് ഹാൻഡ്ലേഴ്സ്, അതായത് ഭക്ഷണ പദാർത്ഥങ്ങൾ കൈകാര്യം ചെയ്യുന്നവർ ശുചിത്വമുള്ളവരായിരിക്കണം. അവർക്ക് നഖം ഒട്ടുമേ പാടില്ല. കൈകൾ എപ്പോഴും കഴുകി വൃത്തിയായിട്ടായിരിക്കണം വച്ചിരിക്കേണ്ടത്. മാത്രമല്ല, കഴിക്കേണ്ട ഭക്ഷണം എടുത്തു തരുന്നവർ കൈകൊണ്ട് എടുത്തു തരാതെ വേറെ സ്പൂണോ അല്ലെങ്കിൽ ഫോർക്കോ ഉപയോഗിച്ച് എടുത്തു തരുന്നു എന്ന് ഉറപ്പുവരുത്തേണ്ടതും അത്യാവശ്യമാണ്. ഇനി കുട്ടികളിൽ പാരൻസ് ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന കാര്യം എന്താണെന്നാൽ, ടോയ്ലറ്റിൽ പോയി കഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾ കൈയും കാലും സോപ്പിട്ട് കഴുകുന്നു എന്ന് ഉറപ്പുവരുത്തുക. അത് വളരെ കുഞ്ഞിലേ തന്നെ കുഞ്ഞുങ്ങളെ ശീലിപ്പിക്കുക. ഒരു ദിവസം ഏറ്റവും കുറഞ്ഞത് 2 പ്രാവശ്യമെങ്കിലും കുഞ്ഞുങ്ങൾ കുളിക്കുന്നത് വളരെ നല്ലതായിരിക്കും. ഇതിനെല്ലാം ഉപരി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, നമ്മൾ ടോയ്ലറ്റിൽ മാത്രമേ മലമൂത്ര വിസർജനത്തിന് പോകാവൂ. വീടിന് വെളിയിലുള്ള പാടപ്രദേശങ്ങളിൽ മലമൂത്ര വിസർജനം ചെയ്താൽ അവിടെ അഥവാ വിരശല്യമുണ്ടെങ്കിൽ നമുക്ക് കിട്ടുകയും മാത്രമല്ല നമ്മൾ മറ്റുള്ളവർക്ക് കൊടുക്കുകയും ചെയ്യും. അതുകൊണ്ട് വെളിം പ്രദേശങ്ങളിൽ മലമൂത്ര വിസർജനം ചെയ്യാതിരിക്കുക. ഏറ്റവും നല്ലത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സ്വന്തമായിട്ടുള്ള ടോയ്ലറ്റിൽ തന്നെ നമ്മൾ മലമൂത്ര വിസർജനത്തിനായിട്ട് ഉപയോഗിക്കുക. എല്ലാ 6 മാസത്തിലൊരിക്കലും ഗവൺമെൻറ് നിർദ്ദേശിക്കുന്നത് പോലെ വിരമരുന്ന് കഴിക്കുന്നു എന്ന് ഉറപ്പുവരുത്തേണ്ടതും എല്ലാ പാരൻസും ചെയ്യേണ്ട ഒരു കാര്യമാണ്. മിക്കവാറും വിരമരുന്ന് തരുന്നത് സ്കൂൾ തലത്തിലായിരിക്കും. ഇങ്ങനെ സ്കൂൾ തലത്തിൽ വിരമരുന്ന് തരുന്നതിൻ്റെ പ്രധാന ഉദ്ദേശം എല്ലാവർക്കും ഒന്നിച്ച് മരുന്ന് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. പല പാരൻസിനും സ്കൂളിൽ നിന്ന് വിരമരുന്ന് കിട്ടുമ്പോൾ സംശയമാണ്, ഇത് കൊടുക്കാമോ, അല്ലെങ്കിൽ ഇത് കൊടുക്കുന്നതുകൊണ്ട് എന്തെങ്കിലും ദോഷമുണ്ടോ, ഇങ്ങനെയുള്ള പല സംശയങ്ങളുമായിട്ട് പാരൻസ് വരാറുണ്ട്. ഇതിലൊന്നും ഒരു സംശയത്തിൻ്റെ ആവശ്യമില്ല. സാധാരണ ഡോക്ടേഴ്സിനെ കാണുമ്പോൾ തരുന്ന അതേ മരുന്ന് തന്നെയാണ് സ്കൂൾ തലത്തിലും തരുന്നത്. മുമ്പ് വിരയ്ക്ക് മരുന്ന് കൊടുത്തു, ഉദാഹരണം 1 മാസത്തിന് മുമ്പേ വിരമരുന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സ്കൂളിൽ ഈ പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ട് വിരമരുന്ന് തരുമ്പോൾ വീണ്ടും കൊടുക്കേണ്ട ആവശ്യമുണ്ടോ എന്ന് പല പാരൻസും വിളിച്ച് ചോദിക്കാറുണ്ട്. ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കുക, ഇത് നാഷണൽ ഡീവേമിംഗ് ഡേ ആയിട്ട് നമ്മൾ ആചരിക്കുക എന്ന് പറഞ്ഞാൽ ഒരേ സമയം ഓൾ ഇന്ത്യ ലെവലിൽ തന്നെ വിരമരുന്ന് കഴിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഒരേ സമയം നമ്മുടെ ഇന്ത്യ ഒട്ടുക്ക് മരുന്ന് കഴിച്ചാൽ പൂർണ്ണമായിട്ട് വിരശല്യത്തെ നമുക്ക് നിർമ്മാർജ്ജനം ചെയ്യാൻ സാധിക്കും. പൾസ് പോളിയോ പ്രോഗ്രാം നമ്മൾ ഓൾ ഇന്ത്യ തലത്തിൽ ചെയ്തതുപോലെയാണ് ഇതിനെയും കാണേണ്ടത്. നമ്മൾ നല്ല രീതിയിൽ സഹകരിച്ചാൽ, ഗവൺമെൻറ്റിനോടൊപ്പം സഹകരിച്ചു കഴിഞ്ഞാൽ നമുക്ക് വിര എന്നുള്ളത് പൂർണ്ണമായിട്ട് നിർമ്മാർജ്ജനം ചെയ്യാൻ സാധിക്കും. ഇനി ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, കഴിക്കുന്ന ഭക്ഷണം നന്നായിട്ട് വേവിച്ച് വേണം കഴിക്കാൻ. പ്രത്യേകിച്ചും ടേപ്പ് വേം എന്നുള്ള വിര പല മാംസഭക്ഷണത്തിലുമുണ്ട്. ഉദാഹരണം ബീഫിലായാലും പന്നിയിലായാലും മറ്റ് മൃഗങ്ങളിൽ നിന്നുണ്ടാകുന്ന മാംസങ്ങളിലെല്ലാം കാണുന്ന ഒരു പ്രശ്നമാണ് ടേപ്പ് വേം എന്നുള്ളത്. അതുകൊണ്ട് നന്നായിട്ട് വേവിച്ച് വേണം നമ്മൾ ഭക്ഷണം കഴിക്കാനായിട്ട്. വെജിറ്റബിൾസ് കഴിക്കുന്നത്, പ്രത്യേകിച്ചും സാലഡ് കഴിക്കുമ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നല്ല രീതിയിൽ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം മാത്രമേ സാലഡും ഉപയോഗിക്കാവൂ. കാരണം നമ്മളെ പാടങ്ങളിൽ കൃഷി ചെയ്യുമ്പോൾ അവിടെയെല്ലാം വിരകൾ കാണാം. ആ വിരകൾ നമുക്ക് കിട്ടാതിരിക്കണമെങ്കിൽ ശുചിത്വം അത്യാവശ്യമാണ്. അങ്ങനെ പൂർണ്ണമായിട്ട് വിര വിമുക്ത ഒരു ഭാരതത്തിന് വേണ്ടിയിട്ട് നമുക്ക് പ്രയത്നിക്കാം. എല്ലാ വ്യക്തികളും എല്ലാ കുട്ടികളും നാഷണൽ ഡീവേമിംഗ് ഡേ പൂർണ്ണമായിട്ട് ആചരിക്കുകയും ഇതിനോട് സഹകരിക്കുകയും എല്ലാ പേരും മരുന്ന് കഴിക്കുകയും ചെയ്താൽ നമുക്ക് പൂർണ്ണമായിട്ട് ഈ വിര ശല്യം എന്നുള്ളത് നമ്മുടെ ഭാരതത്തിൽ നിന്ന് നിർമ്മാർജ്ജനം ചെയ്യാൻ സാധിക്കും. ദേശീയ വിരവിമുക്ത ദിനത്തോടനുബന്ധിച്ച് ഇതുവരെ സംസാരിച്ചത് തൈക്കാട് ഗവൺമെന്റ് സ്ത്രീകളുടെയും കുട്ടികളുടെയും ആശുപത്രിയിലെ മുൻ ശിശുരോഗ വിദഗ്ധൻ ഡോക്ടർ ബെനറ്റ് സൈലം. Shadha